എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. SLC ഫിസിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദതരംഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിന് മുന്നേ ഉള്ള ഭാഗങ്ങളൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും വീഡിയോ കാണാത്തതെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഭാഗങ്ങളും കണ്ട് കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ് ശ്രവണ പരിധി അല്ലെങ്കിൽ ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി. നമുക്കറിയാം, നമ്മുടെ മനുഷ്യർക്ക് എല്ലാ സൗണ്ടുകളും കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. മനുഷ്യന്റെ ഓഡിബിലിറ്റി അല്ലെങ്കിൽ മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ ഫ്രീക്വൻസിക്ക് ഒരു പരിധിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റേഞ്ചിലാണ്. ആ റേഞ്ച് ആണ് ഇത് അവിടെ നോക്കിയേ, ഇവിടെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഓഡിബിൾ ടു ഹ്യൂമൻസ്, അതായത് മനുഷ്യന് ശ്രവണ സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന റേഞ്ച് ആണ് ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നോക്കുക, 20 ഹെർട്സ് ടു എത്രയാണ്? 20,000 ഹെർട്സ് പഠിക്കണം കേട്ടോ. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 അല്ലെ, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ്. 20,000 ഹെർട്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 20 കിലോ ഹെർട്സ് എന്ന് കേട്ടോ, അങ്ങനെയും പറയും കേട്ടോ. ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 20 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ അത് എത്ര തന്നെയാണ്? 20,000 ഹെർട്സ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ മനുഷ്യന്റെ ഓഡിബിൾ റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ക്ലിയർ ആയല്ലോ? ഇനി ഈ 20 ഹെർട്സ് ഉണ്ടല്ലോ, 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ടുകൾ നമ്മൾ ഒരു പേര് പറയും. അതിനെ പറയുന്ന പേരാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. ഇൻഫ്രാസോണിക്. മനസ്സിലായല്ലോ? ഇനി 20,000 ഹെർട്സിന് മുകളിലുള്ള സൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് അൾട്രാസോണിക് എന്ന് പറയും കേട്ടോ. അൾട്രാസോണിക് സൗണ്ട്. മനസ്സിലായല്ലോ? അപ്പം 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ടുകളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിന് മുകളിലുള്ളതിനെ അൾട്രാസോണിക് സൗണ്ട് എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല, പക്ഷെ മറ്റ് ജീവജാലങ്ങൾക്ക് ഈ സൗണ്ടുകളൊക്കെ കേൾക്കാൻ സാധിക്കും. ഇവിടെ നോക്കിയേ, ഡോഗ്സിന്റെ കേസിലാണെങ്കിൽ ഡോഗ്സിന് നമ്മുടെ ഈ റേഞ്ച് ഉണ്ടല്ലോ, അത് കേൾക്കാൻ സാധിക്കും ഇല്ലേ? നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതുപോലെ തന്നെ അതിൽ കൂടിയ റേഞ്ചും, അതായത് അൾട്രാസോണിക് സൗണ്ട്. അൾട്രാസോണിക് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഓർത്തോണം, 20,000 ഹെർട്സിന് മുകളിലുള്ളതാണ് അൾട്രാസോണിക്. ആ സൗണ്ട് ആർക്ക് കേൾക്കാൻ സാധിക്കും? ഡോഗ്സിനൊക്കെ കേൾക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ പീജിയൻസ്, പ്രാവുകൾക്കൊക്കെ എങ്ങനെയാണ്? നമ്മുടെ സൗണ്ട് കേൾക്കാൻ സാധിക്കും ഇല്ലേ? അതുപോലെ തന്നെ അതിൽ കുറഞ്ഞ സൗണ്ടുകളും, അതായത് ഇൻഫ്രാസോണിക് സൗണ്ടുകളും പീജിയൻസിനൊക്കെ കേൾക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അതുപോലെ മോത്ത്, നിശാചലഭങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ എങ്ങനെയാണ്? നമ്മുടെ സൗണ്ട് റേഞ്ച്, അതായത് 20 ഹെർട്സ് വരെ കേൾക്കുകയല്ല എങ്കിലും ആ ഒരു നമ്മുടെ സൗണ്ട് റേഞ്ച് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും നമ്മുടെ ആ റേഞ്ചിലുള്ള സൗണ്ട് കേൾക്കാൻ സാധിക്കും. അതിൽ കൂടിയ റേഞ്ചിലുള്ള സൗണ്ടും കേൾക്കാൻ സാധിക്കും. എലിഫൻസിന് നമ്മുടെ ആ റേഞ്ച് ഇല്ലേ, നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, അതിൽ കുറഞ്ഞ, അതായത് ഇൻഫ്രാസോണിക് സൗണ്ടുകളൊക്കെ കേൾക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ ഭൂകമ്പങ്ങളൊക്കെ വരുമ്പോ ഭൂകമ്പങ്ങൾ വരുമ്പോൾ നമുക്കറിയാം ഭൂമിക്കുള്ള സൗണ്ടുകൾ, ആ ഭൂകമ്പങ്ങൾക്ക് കാരണമായിട്ടുള്ള സൗണ്ടിനെ നമ്മൾ സീസ്മിക് വേവ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് കേട്ടോ. സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത് ഇൻഫ്രാസോണിക് സൗണ്ട്, അതായത് 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ട് ആണ് ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ആർക്ക് കേൾക്കാൻ സാധിക്കും? എലിഫന്റ്സിനൊക്കെ കേൾക്കാൻ സാധിക്കും. അപ്പൊ ഭൂകമ്പമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഈ ജീവജാലങ്ങളൊക്കെ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ പ്രത്യേക സൗണ്ടുകളൊക്കെ പുറപ്പെടുവിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന് കാരണം എന്താണ്? നമുക്ക് കേൾക്കാൻ സാധിക്കുകയല്ല, പക്ഷെ ഭൂകമ്പങ്ങൾക്ക് കാരണമായിട്ടുള്ള വേവ്സ് അല്ലെങ്കിൽ തരംഗങ്ങൾ എന്ന് പറയുന്ന സീസ്മിക് വേവ്സ് ആണ്. അത് ആർക്ക് കേൾക്കാൻ സാധിക്കും? മറ്റ് ജീവജാലങ്ങൾ, എലിഫന്റ്സ് പോലെയുള്ള മറ്റ് മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഒക്കെ കേൾക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? നോക്കുക, ബാറ്റ്സ്, വവ്വാലിന് അൾട്രാസോണിക് സൗണ്ട് കേൾക്കാൻ സാധിക്കും. നമ്മുടെ റേഞ്ചും പറ്റും, അതുപോലെ തന്നെ അൾട്രാസോണിക്കും കേൾക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ക്യാറ്റ്സിന് അൾട്രാസോണിക് സൗണ്ടും കേൾക്കാൻ സാധിക്കും അല്ലേ? മനസ്സിലാവുന്നല്ലോ? അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഈ റേഞ്ചിലുള്ള സൗണ്ടും കേൾക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മുടെ ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് ആണ് വരുന്നത് അല്ലെ? ഈ ഒരു റേഞ്ച് ആണ്. അതിൽ കൂടിയുള്ള സൗണ്ടുകളും മറ്റു ജീവജാലങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും, കുറഞ്ഞ സൗണ്ടുകളും മറ്റു ജീവജാലങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഓഡിബിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് ആണ്. 20 ഹെർട്സിന് താഴെയുള്ളതിനെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിന് മുകളിലുള്ളതിനെ അൾട്രാസോണിക് എന്ന് പറയും. 20,000 ഹെർട്സ് എന്ന് പറഞ്ഞാൽ 20 കിലോ ഹെർട്സ് ആണ് കേട്ടോ. അത് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ പട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി ഗാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വിസിലാണ് ഉപയോഗിക്കുന്നത്. ട്രെയിനേഴ്സ് ഉണ്ടല്ലോ,
ഡോഗ്സിനൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ട്രെയിനേഴ്സ് ഉപയോഗിക്കുന്ന ഒരു വിസിലാണ് ഗാൾട്ടൺ വിസിൽ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 30,000 ഹെർട്സ് ആണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ആ വിസിൽ ഉപയോഗിച്ചിട്ടാണ് 30,000 ഹെർട്സിന്റെ ഫ്രീക്വൻസി നമുക്ക് കേൾക്കാൻ സാധിക്കില്ല, പക്ഷെ ഡോഗ്സിനൊക്കെ കേൾക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ആ വിസിൽ ഉപയോഗിച്ചിട്ടാണ് പട്ടികളെ അല്ലെങ്കിൽ ഡോഗ്സിനൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഗാൾട്ടൺ വിസിലിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എന്നാണ്. മനുഷ്യന് ഇല്ലേ, മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ഒരു പർട്ടിക്കുലർ റേഞ്ച് ഉണ്ട്, ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്. ആവൃത്തി കൂടിയതും അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടിയതും ഫ്രീക്വൻസി കുറഞ്ഞതുമായിട്ടുള്ള എന്താണ് ശബ്ദ തരംഗങ്ങൾ എവിടെയുണ്ട്, അല്ലെങ്കിൽ ശബ്ദങ്ങൾ എന്താണ് പ്രകൃതിയിലുണ്ട്, നേച്ചറിലുണ്ട്. പക്ഷെ എല്ലാ ആവൃത്തിയിലുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. മനുഷ്യന് സാധാരണ കേൾവി ശക്തിയുള്ള ഒരു മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു റേഞ്ച് ആണ്. ഓർത്തണം കേട്ടോ, ഈ ഒരു റേഞ്ച് ആണ് സാധാരണ മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ 20 ഹെർട്സിന് താഴെയുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഇൻഫ്രാസോണിക് എന്ന് പറയും. 20 ഹെർട്സിന് മുകളിലുള്ളതിനെ നമ്മൾ അൾട്രാസോണിക് എന്നും പറയും. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അൾട്രാസോണിക്കും ഇൻഫ്രാസോണിക്കും. ഇത് പല പല സിറ്റുവേഷൻസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ വേഴ്സുകൾ. പ്രത്യേകിച്ച് അൾട്രാസോണിക് വേഴ്സുകൾ പല പല നമ്മുടെ ഡെയിലി ലൈഫിൽ പല പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ഞാൻ പറഞ്ഞു വവ്വാലിന്റെ കേസൊക്കെ എങ്ങനെയാണ്? അൾട്രാസോണിക് സൗണ്ട് ആണ് വവ്വാല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞു ഇല്ലേ? അപ്പൊ ഈ വവ്വാലയ്ക്ക് എങ്ങനെയാണ് ഈ സൗണ്ട് വെച്ചിട്ടാണ് അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് വെള്ളത്തിൽ നിന്ന് തട്ടും, അത് റിഫ്ലക്ട് ചെയ്യും. റിഫ്ലക്ട് ചെയ്തിട്ടാണ് അത് അതിന്റെ ഇരയെ പിടിക്കുന്നു, അല്ലെങ്കിൽ വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഓർത്തിരിക്കുക മനുഷ്യന്റെ ഓഡിബിൾ റേഞ്ച്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഗാൾട്ടൺ വിസിൽ ഇല്ലേ? ഗാൾട്ടൺ വിസിൽ യൂസ്ഡ് ഫോർ ട്രെയിനിങ് ഡോഗ്സ് എത്രയാണ്? 30,000 ഹെർട്സ് ആണ്. നായകളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിന്റെ ആവൃത്തി എത്രയാണ്? 30,000 ഹെർട്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ നോക്കുക, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. there is a limit to the range of frequency of sound that humans can hear. For a person with normal hearing, the lower limit of audible sound is about 20 hertz and the upper limit is 20,000 hertz അല്ലെങ്കിൽ 20 kilohertz കേട്ടോ. അത് ഓർത്തോണം, 20 kilohertz എന്നും പറയും കേട്ടോ. സൗണ്ട് വിത്ത് എ ഫ്രീക്വൻസി ബിലോ 20 ഹെർട്സിനെ എന്ത് പറയും? ഇൻഫ്രാസോണിക് എന്നും. അതുപോലെ മോർ ദാൻ 20 ഹെർട്സിനെ നമ്മൾ എന്ത് പറയും? അൾട്രാസോണിക് എന്നും പറയും. ക്ലിയർ ആക്കി മനസ്സിലാക്കി പഠിച്ചിരിക്കുക. റേഞ്ച് 20 ഹെർട്സ് ടു 20,000 ഹെർട്സ്. 20 ഹെർട്സിന് താഴെയുള്ളതിനെ ഇൻഫ്രാസോണിക്, മറ്റേതിന് എന്ത് പറയും? അൾട്രാസോണിക് എന്ന് പറയും. ഇനി ഈ അൾട്രാസോണിക് സൗണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടില്ലേ, ബാറ്റ്സിനൊക്കെ അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അതെന്ത് സംഭവിക്കും? അത് എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ ഏരയൊക്കെ ഉണ്ടെങ്കിൽ അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതെന്താണ്? അത് എന്തെങ്കിലും ഏരയിലേക്ക് ചെന്ന് തട്ടി വെച്ച് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ആ സൗണ്ട് ബാറ്റ്സിന് കേൾക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്താണ് ബാറ്റ്സ് അൾട്രാസോണിക് സൗണ്ട് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇര പിടിക്കുകയും അല്ലെങ്കിൽ എന്താണ് വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അത് അവിടെ എഴുതിയിട്ടുണ്ട്. അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി വവ്വാലുകൾക്ക് ഇരട്ടിലും സുഖമായി സഞ്ചരിക്കാനും ഇര പിടിക്കാനും സാധിക്കും. അൾട്രാസോണിക് തരംഗങ്ങൾ ധാരാളം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഒരു സിറ്റുവേഷൻ ആണ്. ഒരുപാട് വേറെ സിറ്റുവേഷൻസിലൊക്കെ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ. മെഡിക്കൽ ഫീൽഡിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അൾട്രാസോണിക് സ്കാനിങ് എന്നൊക്കെ കേട്ടില്ലേ? അൾട്രാസൗണ്ട് സ്കാനിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ എന്താണ്? ഇതേന്ന് അൾട്രാസൗണ്ട് കൊടുക്കുവാണ് ചെയ്യുന്നത്. 20,000 ഹെർട്സിലുള്ള ഫ്രീക്വൻസിയുള്ള സൗണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ശരീരത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് തട്ടി വെച്ച് തിരിച്ചു വരും. അത് തിരിച്ചു വരുന്നത് ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ടാണ് തിരിച്ചു വരുന്നത്. ഇലക്ട്രിക് സിഗ്നൽസിനെ എന്താണ് നമ്മൾ ഇമേജ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് സ്കാനിങ്ങിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, രൂപം നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളുടെ രൂപം കാണാൻ സാധിക്കുമല്ലേ? പ്രഗ്നൻസി ടൈമിലൊക്കെ ആണെങ്കിലും ഫീറ്റസിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഇല്ല? അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം കിഡ്നി സ്റ്റോൺ ഒക്കെ ഉണ്ടല്ലോ, കിഡ്നി സ്റ്റോൺ ഒക്കെ ആണെങ്കിൽ ചെറിയൊരു സ്റ്റോൺ ഒക്കെ ആണെങ്കിൽ അത് പൊടിച്ചു കളയാൻ വേണ്ടിയൊക്കെ ഈ അൾട്രാസൗണ്ട് സ്കാനിങ് ഉപയോഗിക്കാറുണ്ട്. അതായത് ഹൈ ഫ്രീക്വൻസി സൗണ്ട് അല്ല, അത് വിടുന്നുണ്ട്. അപ്പം കിഡ്നിയിലെ എന്താണ് സ്റ്റോണിൽ ചെന്ന് തട്ടിച്ച് ആ സ്റ്റോൺ എന്താണ് പൊടിച്ചു പോകും. ഹൈ ഫ്രീക്വൻസി സൗണ്ട് വരുമ്പോൾ അതിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പിയിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ യൂസസ് ഓഫ് അൾട്രാസോണിക് സൗണ്ട്. എന്തൊക്കെയാണ്? മെഡിക്കൽ ഫീൽഡ്. എവിടേക്കാണ്? ടു ക്രഷ് സ്മോൾ സ്റ്റോൺസ് ഇൻ ദ കിഡ്നീസ് ഇല്ലേ? കിഡ്നീസിലെ ചെറിയ സ്റ്റോൺസിനൊക്കെ ക്രഷ് ചെയ്യാൻ, വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ. അതുപോലെ ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ എന്താണ് ടു ടേക്ക് ഇമേജസ് ഓഫ് ഇന്റേണൽ ഓർഗൻസ് സച്ച് ആസ് കിഡ്നി, ലിവർ, ഗോൾ ബ്ലാഡർ ആൻഡ് യൂട്രസ്. ഞാൻ പറഞ്ഞില്ലേ വൃക്ക, കരള്, പിത്തസഞ്ചി, ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രതിബിംബമൊക്കെ രൂപപ്പെടുത്താനൊക്കെ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അൾട്രാസോണിക് വേവ്സ് ദാറ്റ് ട്രാവൽ ത്രൂ ബോഡി ടിഷ്യൂസ് strike and reflect at areas of varying density in the tissues. These waves are converted into electrical signals to form an image of the organ. മനസ്സിലല്ലോ? അപ്പൊ അതിനെ പറയുന്ന പേരാണ് അൾട്രാസോണോഗ്രഫി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് വിടുവാണ്. ഇത് നോക്കുക, ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ശരീരത്തിലെ കലകളിലെ സാന്ദ്രതാ വ്യതിയാനമുള്ള ഭാഗങ്ങളെ തട്ടി പ്രതിപദിക്കുന്നു. പ്രതിപദിച്ച് വരുന്ന എങ്ങനെയാണ്? ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ടാണ് വരുന്നത്. എന്നാണ് അത്. എന്നിട്ട് പിന്നാണ് ഇലക്ട്രിക് സിഗ്നൽസ് എന്തായിട്ട് മാറ്റുന്നുണ്ട്? ഇമേജ് ആയിട്ട് മാറ്റുവാണ് ചെയ്യുന്നത്. ഈ തരംഗങ്ങളെ വൈദ്യുത സിഗ്നലാക്കി മാറ്റി അവയവത്തിന്റെ ചിത്രം രൂപപ്പെടുത്തുന്നു. അപ്പൊ അതിനെ പറയുന്ന പേരാണ് അൾട്രാസോണോഗ്രഫി. അൾട്രാസോണോഗ്രഫി എന്നാണ് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് യൂസസ് ഓഫ് അൾട്രാസോണിക് വേവ്സ് പ്രധാനമായിട്ടും മെഡിക്കൽ ഫീൽഡിലാണ് കേട്ടോ. ചോദിച്ചു കാണാറുണ്ടോ വാട്ട് ആർ ദ യൂസസ് ഓഫ് അൾട്രാസോണിക് വേവ്സ്? പഠിക്കുക കേട്ടോ. ഇനി മറ്റുപയോഗങ്ങളുണ്ട്. ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലെ ഉപയോഗങ്ങൾ നമ്മൾ കണ്ടു. ഇതല്ലാതെ മറ്റുപയോഗങ്ങളുണ്ട്. അത് നോക്കിയേ, ഇത് എന്താണ്? ഒരു മെറ്റലിന്റെ ഒരു കുഴലാണ്. ആ കുഴലിന്റെ ഷേപ്പ് കണ്ടില്ല, ഇങ്ങനെ വളഞ്ഞ് 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 സ്പ്രിങ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് സ്പൈറൽ ട്യൂബ്സും അല്ലെങ്കിൽ ഒരു റെഗുലർ അല്ലാത്ത മെഷീൻ പാർട്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. നോക്കുക, ഫോർ ക്ലീനിങ് സ്പൈറൽ ട്യൂബ്സ്, ഇറഗുലർ മെഷീൻ പാർട്സ്, ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകള്, നിശ്ചിത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നതിന് വേണ്ടി എന്ത് ഉപയോഗിക്കുന്നുണ്ട്? അൾട്രാസോണിക് വേവ്സ് അല്ലെങ്കിൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ സൗണ്ടിന്റെ ഫ്രീക്വൻസിയെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞത് സോണാറിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. സോണാർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അതായത് ഇപ്പൊ കപ്പലുണ്ടല്ലോ, കപ്പലിന്റെ പോകുമ്പോൾ എന്തേലും കപ്പലിൽ നിന്നാണ് സോണാർ പുറപ്പെടുവിക്കുന്നത്. അതായത് സൗണ്ട് വിട്ട് കഴിയുമ്പോൾ അടിത്തട്ടിൽ എന്തേലും വസ്തുക്കളൊക്കെ കിടപ്പുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ എന്താണ് കടലിന്റെ ആഴമൊക്കെ മെഷർ ചെയ്യാനും അളക്കാനൊക്കെ വേണ്ടി സോണാർ ഉപയോഗിക്കാറുണ്ട്. സൗണ്ട് വേവ്സ് ഇങ്ങനെ വിടുന്നു, അൾട്രാസോണിക് സൗണ്ട് വിടുന്നു. അത് പിന്നെ ചെന്ന് തട്ടിയേച്ച് എവിടെയാണോ ചെന്ന് തട്ടിയേച്ച് തിരിച്ചു വരുന്നു. അപ്പൊ തിരിച്ചു വരുന്നതിന്റെ ആ സമയമൊക്കെ കണക്കാക്കിയിട്ട് എന്തുമാത്രം ദൂരം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ എന്തേലും വസ്തുക്കളൊക്കെ അടിയിലൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ആ ഡിവൈസിനെ പറയുന്ന പേരാണ് സോണാർ എന്ന് പറയും കേട്ടോ. സോണാർ എന്ന് പറഞ്ഞാൽ സൗണ്ട് നാവിഗേഷൻ കേട്ടോ. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് പറയുന്നത് കേട്ടോ. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ്. സൗണ്ട് വിടുവാണ്, അത് നാവിഗേറ്റ് ചെയ്യാൻ എവിടെയാന്നൊക്കെ മനസ്സിലാക്കാനും എന്തുമാത്രം റേഞ്ചിലാണ് കിടക്കുന്നതെന്നൊക്കെ ദൂരത്തിലാണ് കിടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് സോണാർ, വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ അണ്ടർ വാട്ടർ ഒബ്ജക്ട്സ്. അത് ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം കണ്ടെത്തുന്നതിനും കേട്ടോ അതിനു വേണ്ടിയൊക്കെ എന്ത് ഉപയോഗിക്കാറുണ്ട്? സോണാർ ഉപയോഗിക്കുന്നുണ്ട്. സോണാറിൽ ഏതാണ്? അൾട്രാസോണിക് സൗണ്ട് ആണ് കേട്ടോ. ഓർത്തോണം, സോണാറിൽ ഏതാണ്? അൾട്രാസോണിക് സൗണ്ട് ആണ് കേട്ടോ. അൾട്രാസോണിക് സൗണ്ട് ആണ്. അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുമ്പോഴും ഓർത്തോണം 20 കിലോ ഹെർട്സ് ആണ്, അല്ലെങ്കിൽ എന്താണ് 20,000 ഹെർട്സ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം ദീസ് ആർ ദ യൂസസ് ഓഫ് അൾട്രാസോണിക് വേവ്സ് അല്ലെങ്കിൽ അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗം മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ക്ലീനിങ്, ഓബ്ജക്ട്സുകളൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ സോണാറിലൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? അൾട്രാസോണിക് സൗണ്ട് ആണ്. ഓക്കെ ആയല്ലോ? ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യാം കേട്ടോ. സോണാറിന്റെ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. നമുക്ക് നോക്കാം. If an ultrasonic wave emitted by a transmitter installed on a ship on the surface of the water strikes a rock at the bottom of the sea and returns after 0.2 seconds. What is the distance from the ship to the rock? Consider the speed of ultrasonic waves in seawater is 1552 meter per second. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജലോപരിതലത്തിലുള്ള ഒരു കപ്പലിലെ സോണാറിന്റെ ട്രാൻസ്മിറ്ററിൽ നിന്ന് പുറപ്പെടുന്ന അൾട്രാസോണിക് തരംഗം കടലിന്റെ അടിത്തട്ടിലുള്ള പാറക്കെട്ടിൽ തട്ടി 0.2 സെക്കൻഡ് സമയത്തിന് ശേഷം തിരിച്ചെത്തുന്നു.
മനസ്സിലായാലോ? കടലിലെ കപ്പലിവിടെ ഇരിക്കുകയാണ്, കപ്പൽ ഇതാ ഇവിടെ ഇരിക്കുകയാണ്. കപ്പലിൽ നിന്ന് സംഭവിക്കുന്നത് വേവ്സ് ഇങ്ങോട്ട് വിട്ട് ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾസ് എന്തോ കിടപ്പുണ്ട്. അപ്പൊ ഇതിൽ വന്ന് തട്ടിച്ച് തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ തിരിച്ചു ചെല്ലാൻ എടുക്കുന്ന സമയം, അപ്പം തിരിച്ചു ചെല്ലാൻ എടുക്കുന്ന സമയമാണ് അവിടെ കൊടുത്തത്. അതായത് ടി എന്ന് പറഞ്ഞിരിക്കുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത്. എത്രയാണ്? 0.2 സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? എങ്കിൽ കപ്പലിൽ നിന്ന് പാറക്കെട്ടിലേക്കുള്ള അകലം, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കപ്പലിൽ നിന്നും പാറക്കെട്ടിലേക്കുള്ള അകലം, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. കപ്പലിൽ നിന്നും പാറക്കെട്ടിലേക്കുള്ള ആ ഒരു അകലം. മനസ്സിലായല്ലോ? അപ്പൊ സമയം തന്നിട്ടുണ്ട്. സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെന്ന് തട്ടിച്ച് തിരിച്ചെത്തുന്ന സമയമാണ് അവിടെ തന്നിരിക്കുന്നത്. തട്ടി 0.2 സെക്കൻഡിന് ശേഷമാണ് അത് തിരിച്ചെത്തുന്നത്. ആ സമയം തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെന്താണ്? കടൽ ജലത്തിൽ അൾട്രാസോണിക് സൗണ്ടിന്റെ വേഗം, സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1522 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ നൊട്ടേഷൻസ് ഉണ്ടല്ലോ, അത് വെച്ച് എടുത്തെഴുതുക. അപ്പൊ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ ആണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഇവിടെ ടിയും ഉണ്ട്, വിയും തന്നിട്ടുണ്ട്. അപ്പൊ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഒക്കെ കണ്ടായിരുന്നു. വി ഈസ് ഈക്വൽ ടു 2d ബൈ ഒക്കെ പഠിച്ചപ്പോ കണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡി കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി ഡിവൈഡ് ബൈ 2 എന്ന ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞിരിക്കുന്നത് 1522 ആണ്. ദെൻ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 0.2 സെക്കൻഡ് ആണ്. ഡിവൈഡ് ബൈ 2 ചെയ്യാം. മനസ്സിലായല്ലോ? 1522 2 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. എത്ര കിട്ടും? 762 വരും. 762 വരും ഇൻറ്റു 0.2 അല്ലേ? അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 152.2 വരും. അത്ര മീറ്റർ ഡിസ്റ്റൻസ്. നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിയ എത്രയാണ്? 152.2 മീറ്റർ ഡിസ്റ്റൻസിലാണ് ആ ഒരു ഒബ്സ്റ്റക്കിൾ അവിടെ കിടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പാറക്കെട്ട് അവിടെ കിടക്കുന്നത്. കപ്പലിൽ നിന്ന് 152 മീറ്റർ ഡിസ്റ്റൻസിലാണ് അവിടെ കിടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം സോണാർ ഉപയോഗിച്ചിട്ടാണോ സമയം, സോണാർ ഉപയോഗിച്ചിട്ട് സമയം മനസ്സിലാക്കാൻ പറ്റി അല്ലേ? എത്ര സമയത്തിനുള്ളിൽ തിരിച്ചെത്തുന്നത് മനസ്സിലാക്കാൻ പറ്റി. അത് ഉപയോഗിച്ച് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അപ്പൊ ഇതൊക്കെ എന്താണ്? അൾട്രാസോണിക് സൗണ്ട് അല്ലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗണ്ട് വേവ്സിന്റെ ഉപയോഗങ്ങളാണ് നമ്മളിവിടെ കണ്ടത് അല്ലെ. ഇങ്ങനെയുള്ള വേവ്സുകൾ കൊണ്ട് ഉപയോഗങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള വേവുകൾ കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായിരിക്കുമോ? ദോഷങ്ങള് നമ്മൾ കണ്ട് പലതരത്തിലുള്ള വേവ്സുകളെ കുറിച്ച് കണ്ടു. അതായത് ഇൻഫ്രാസോണിക് വേവ്സും അൾട്രാസോണിക് വേവ്സും കണ്ടു. അൾട്രാസോണിക് വേവ്സിനെ നമുക്ക് എന്താണ്? തരംഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ കണ്ടു. അതേസമയം ഇൻഫ്രാസോണിക് വേവ്സ് അത് നമുക്ക് ദോഷമാണ് ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ടും ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സീസ്മിക് വേവ്സ് ആണ്. സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഭൂകമ്പം കേട്ടോ. ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം ഒക്കെ ഇല്ലേ, അപ്പൊ അതിനൊക്കെ കാരണമാകുന്ന വേവ്സുകളാണ്. ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ്? ഈ ഭൂമിയുടെ പാളികളിൽ പല 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 ലെയേഴ്സ് അല്ലേ, ഭൂമിയുടെ പാളികൾ പല പല ലെയേഴ്സ് ആണ്. അപ്പം അവിടെ കൂടെ സഞ്ചരിക്കുന്ന വേവ്സുകളാണ് സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ നോക്കിയേ, ഭൂകമ്പം ഉണ്ടായ ഒരു ചിത്രമാണ് കണ്ടിരിക്കുന്നത്. പിന്നെ സുനാമിക്കൊക്കെ കാരണം എന്താണ്? സീസ്മിക് വേവ്സ് ആണ് കേട്ടോ. അപ്പൊ സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഇൻഫ്രാസോണിക് ആണ്. അത് പ്രത്യേകം ഓർക്കണം കേട്ടോ. സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻഫ്രാസോണിക് ആണ്. അപ്പൊ എന്താണ്? ഈ വേവ്സുകൾ മൂലം നമുക്ക് ദോഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നോക്കുക, seismic waves are those which travel through the earth's crust as a result of earthquake, volcanic eruption and a massive explosion. Seismology is a study of seismic waves. The intensity of earthquake is determined by Richter scale. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, വൻസ്ഫോടനങ്ങൾ എന്നിവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? സീസ്മിക് തരംഗങ്ങൾ. മനസ്സിലല്ലേ? ഭൂകമ്പമൊക്കെ ഉണ്ടാകുമ്പോൾ ഭൂമിയുടെ പാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ് സീസ്മിക് വേവ്സ്. സീസ്മിക് വേവ്സ് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല, റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ പ്രാവുകൾ, നമ്മൾ പറഞ്ഞില്ലേ, പ്രാവുകൾ, ആനകൾ, അവർക്കൊക്കെ ഈ സീസ്മിക് വേവ്സ്, അതായത് ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അത് കേൾക്കാൻ സാധിക്കും. ക്ലിയർ ആയാലോ? ഈ സീസ്മിക് തരംഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഭൂകമ്പത്തിന്റെ തീവ്രത നിർണ്ണയിക്കുന്നത് ഏതിലാണ്? റിക്ടർ സ്കെയിൽ അല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും റിക്ടർ സ്കെയിലിൽ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകും, ഇത്രയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഇല്ലേ. ഇതാണ് റിക്ടർ സ്കെയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിലിങ്ങനെ ഇങ്ങനെയാണ് റീഡിങ്സ്, ഇങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം കാണിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതിൽ എത്രയാണ് അതിന്റെ റേഞ്ച് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിന് നോർമലി റേഞ്ച് എന്ന് വെച്ചാൽ 2 to 6.9 വരെയൊക്കെയാണ് വരുന്നത് നോർമലി കേട്ടോ.
അപ്പം അതിന് 2-നൊക്കെ താഴെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതേസമയം 6.9-ലേക്കൊക്കെ കൂടുക അല്ലെങ്കിൽ 5-നേക്കാളൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നാശനഷ്ടങ്ങൾ, ഡാമേജുകളൊക്കെ ഉണ്ടാക്കും കേട്ടോ. റിച്ചർ സ്കെയിൽ മെഷേഴ്സ് ദ എനർജി റിലീസ്ഡ് ഡ്യൂറിങ് ആൻ എർത്ത് വിത്ത് മാഗ്നിറ്റ്യൂഡ് റേഞ്ച് ഫ്രം 2 to 6.9. The scale has degrees from 1 to 12 ആണ്. 1 being negligible, 1 ഒക്കെ വരുവാണെങ്കിൽ നെഗ്ലക്ട് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. ആൻഡ് 12 being total, 12 വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്ട്രക്ഷൻ ആണ്, ഫുള്ള് നശിച്ചു, ഫുൾ തകർന്നു എന്ന് പറയാം കേട്ടോ. earthquakes of magnitude 5 and 6 are considered significant and can cause damage. 5 തൊട്ടുള്ളത് ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് 5 ആ റേഞ്ചിൽ 5 തൊട്ടുള്ളതിനെ നമുക്ക് എന്താണ് പ്രാധാന്യമുള്ളതാണ്, അത് ഡാമേജുകളൊക്കെ ഉണ്ടാവും. മനസ്സിലായല്ലോ. അപ്പം ഭൂകമ്പങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന വേവ്സ് ഏതാണ്? സീസ്മിക് വേവ്സ് ആണ്. സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇൻഫ്രാസോണിക് ആണ്, അതായത് ബിലോ കേട്ടോ, ഇൻഫ്രാസോണിക് ആണ്, ബിലോ 20 ഹെർട്സ് അല്ലെ, ബിലോ 20 ഹെർട്സ് ആണ് ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻഫ്രാസോണിക് അത് ഡാമേജ് ഉണ്ട്. 5 to 6 റേഞ്ചിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഡാമേജ് ഉണ്ട്. മനസ്സിലായോ? 20 ഹെർട്സിന് മേലുള്ള സൗണ്ടിന് നമ്മൾ എന്ത് പറയും? അൾട്രാസോണിക് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് എ ഇൻഫ്രാസോണിക് സൗണ്ട്. അപ്പൊ എന്താണ്, വേവ്സുകൾ കൊണ്ട് ഉപയോഗമുണ്ട് അല്ലേ, ഉപയോഗങ്ങളും ഉണ്ട്, പക്ഷെ അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഉപയോഗമുള്ളതാണ് അൾട്രാസോണിക് സൗണ്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഫ്രാസോണിക് സൗണ്ടുകൾ ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായല്ലേ? അപ്പൊ സുനാമി ഒക്കെ ഉണ്ടാകുന്നത് കേട്ടില്ല? സുനാമി ഒക്കെ ഇങ്ങനെ കടലിനുള്ളിലാണ് സുനാമി ഒക്കെ ഉണ്ടാകുന്നത് കേട്ടോ. earthquakes that occurs at the bottom of oceans or along coastal areas can sometimes trigger tsunami waves. Tsunami is a series of gigantic ocean waves caused by the displacement of large volume of water in the sea. നമുക്കറിയാം കടലിലും ഒക്കെ എന്താണ് ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് വലിയ സുനാമി ഉണ്ടാവാറുണ്ട് അല്ലെ. സുനാമി എന്ന് വെച്ചാൽ വലിയ തിരമാലകളായാണ് നമ്മൾ സുനാമികൾ എന്ന് പറയുന്നത് അല്ലെ. കടലിലെയും മറ്റും ജലത്തിന് വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീമാകാരമായ തിരമാലകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ സുനാമി എന്ന് വിളിക്കുന്നത് ഇല്ലേ. അപ്പം സുനാമി ഉണ്ടാകുമ്പോൾ എന്താണ് അവിടെ സീസ്മിക് വേവ്സ് ആണല്ലേ. സീസ്മിക് വേവ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അതായത് സുനാമി ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, വലിയ തിരമാലകൾ വരുമ്പോഴാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സീസ്മിക് വേവ്സ് ആണ്. നമുക്കറിയാം നമ്മുടെ ഓഡിബിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് നമ്മുടെ ഹ്യൂമന്റെ ഓഡിബിൾ റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് താഴെ 20 ഹെർട്സിന് താഴെയുള്ളതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇൻഫ്രാസോണിക് ഇല്ലേ, ഇൻഫ്രാസോണിക് എന്നാണ് പറയുന്നത്. അതിൽ കൂടുതലുള്ളതിന് നമ്മൾ അൾട്രാസോണിക് എന്നും പറയാറുണ്ട്. അൾട്രാസോണിക് എവിടെയൊക്കെയാണ്? ബാറ്റ്സില്, അതുപോലെ ഡോഗ്സ്, റാറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂസസുകളും കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക കേട്ടോ. ഇൻഫ്രാസോണിക് ആണെങ്കിൽ എലഫൻസ്, പിന്നെ എന്താണ് പീജിയൻ അല്ലെ, പ്രാവുകളൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് സീസ്മിക് വേവ്സ്. സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻഫ്രാസോണിക് സൗണ്ട് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അൾട്രാസോണിക്കും ഇൻഫ്രാസോണിക്കും അതുപോലെ തന്നെ എർത്തുക്വേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. പ്രോബ്ലംസ് കേട്ടോ, അതുമായിട്ട് അൾട്രാസോണിക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്, അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, യൂസസ് കൃത്യമായിട്ട് പഠിച്ചോണം കേട്ടോ. യൂസസ് ഓഫ് അൾട്രാസോണിക് വേവ്സ് സോണാർ പഠിച്ചോണം മെഡിക്കലില്. ഇനി ബാറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ഇര പിടിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചോളുക. പിന്നെ ഓഡിബിൾ റേഞ്ച് പറയുമ്പം 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ 20,000 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 20 കിലോ ഹെർട്സ് എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ അത് ഓർത്തോണം, 20,000 ഹെർട്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 കിലോ ഹെർട്സ് ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഡോഗ്സിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി പഠിക്കുക. ഗാൾട്ടൺ വീസിലാണ്. അപ്പൊ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നല്ലോണം കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, വെറുതെ കണ്ടുപോകാതെ അല്ലെങ്കിൽ വായിച്ചു പോകാതെ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാകും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലുള്ള ലെറ്റർ ക്വസ്റ്റ്യൻസുകളാണുള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ലെറ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ. അപ്പം ലെറ്റർ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അല്ലെങ്കിൽ എന്താണ് ലെറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും, ഏതാണ് ഇത്, എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ള സംശയം വരും. കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതിന്റെ ബാക്കി പോർഷനുമായിട്ട്, അതായത് ലെറ്റർസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.